ശ്രീ പി ആർ ശിവശങ്കർ ROC ചൂണ്ടിക്കാണിച്ചത് കമ്പനി നിയമത്തിലെ സെക്ഷൻ 447, 448, 449, 455, 188, 455, 136 തുടങ്ങിയ പ്രൊവിഷൻസിന്റെ ലംഘനം വിവിധ തരത്തിൽ ഈ കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പനി നിയമം അനുസരിച്ചുള്ള അന്വേഷണം നടക്കുന്നതായി കേരളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പനികാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു, കോടതിയെ അറിയിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ കോടതി ഉത്തരവിട്ടത് കൊണ്ടല്ല SFI അന്വേഷണം. കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായി. കോടതി ചോദിച്ചു SFI അന്വേഷണം വേണ്ടതില്ലേ തുടങ്ങിയ ചില പരാമർശങ്ങളും ചില നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒക്കെ കോടതിയിൽ നിന്ന് ഓറലായി ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത് സംബന്ധിച്ച് ഉത്തരവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അന്വേഷണം തീരുമാനിക്കുകയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് SFIO വരികയാണ്. SFIO എന്ന് പറയുമ്പം കുറെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ള തരത്തിലുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള അന്വേഷണമാണ്. മറ്റേത് ഈ റോങ് ഡൂയിങ്സിന്റെ പരിശോധനയാണ്. ആ പരിശോധന പൂർത്തിയാകാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വന്നത് ഒരു ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ തീരുമാനമാണോ? ഇല്ല അഭിലാഷ്, ഞാൻ അഭിലാഷ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് വിയോജിച്ചുകൊണ്ട് പറയുകയല്ല. ഒരു ഓപ്പൺ കോടതിയിൽ വെച്ചിട്ട് ഒരു സീനിയർ ആയിട്ടുള്ള ജഡ്ജ് 3 പ്രാവശ്യം SFIO വന്നാൽ എന്താ കുഴപ്പമെന്നൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉത്തരവിടാൻ മാറ്റിവെക്കുന്നു SFIO. അപ്പോൾ ആ അഭിഭാഷകൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് SFIOൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് അവർക്കിവിടെ ഓഫീസില്ല, അപ്പോൾ അതുപോലെ അവർക്ക് ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടോ ഇതെല്ലാം അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ എതിർഭാഗം വക്കീൽ പറഞ്ഞത് കോടതി ബഹുമാനപ്പെട്ട കോടതി തന്നെ നിർബന്ധിക്കുകയാണോ ഇന്ന അന്വേഷണം വേണമെന്ന്. കാരണം അവിടെ കേട്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇൻറ്റൻഷൻ എന്താണ്, ആ കോടതിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ക്ഷമിക്കണം അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അന്വേഷണം വന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ ജയേന്ദ്രൻ സാറ് പറഞ്ഞതിൻ്റെ തെറ്റായ ഒരു കാര്യം, ഇന്ന് കോടതി പറഞ്ഞതും ഉത്തരവിടും മുൻപ് എക്സാലോജിക്കിനെ കേൾക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിലായിട്ട് ഞാൻ കോടതി രേഖകളിൽ ഞാൻ വായിച്ചു. 2, അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കടുത്ത നടപടികൾ പാടില്ല, ഇതായിരുന്നു കോടതിയുടെ അടുത്ത നിർദ്ദേശം. അതായത് ഈ അറസ്റ്റിന് നിർദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കടുത്ത നടപടികൾ പാടില്ല വെച്ചാൽ കടുത്ത നടപടികൾക്ക് സാധ്യതയുള്ള ചില രേഖകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമത്തിൻ്റെ സാധ്യതകളോ അതിൽ കാണുന്നുവെന്ന് കോടതി കണ്ടുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും വരുന്നത്. അപ്പോൾ അതിലും സംശയമില്ല. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ CMRLന് ഇത്തരത്തിൽ 2019 തന്നെ ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടാകുകയും അതിലേക്ക് വലിയ ലിറ്റിഗേഷനിലേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള നടപടികളിലേക്കും പോകുമ്പോൾ തന്നെ സത്യത്തിൽ CMRLന് എതിരെ KSIDC ആയിരുന്നു നടപടി ആരംഭിക്കേണ്ടത്. കാരണം KSIDCക്ക് 14% ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു സ്ഥാപനങ്ങളില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയറുള്ള ഒരു കമ്പനി ഇത്തരത്തിൽ നഷ്ടം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലോസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് മറ്റുള്ള ചെലവുകൾ നടത്തിക്കൊണ്ട് ഈ KSIDCക്കും കൂടിയുള്ള വരുമാനം കുറച്ച് കാണിക്കുന്നു എന്നതിൽ SFIOന് മുൻപ് അന്വേഷണം നടത്തേണ്ട ഏജൻസിയായിരുന്നു KSIDC. തിരിച്ച് CMRLനെ സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് KSIDC നടത്തുന്നത് സംസ്ഥാനത്തെ ഉന്നതൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുവാനാണെന്ന് സാധാരണക്കാരന് വരെ മനസ്സിലാകും. അതിന് നിരീക്ഷകൻ്റെ ബുദ്ധി ആവശ്യമില്ല. നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ജനങ്ങൾക്കുള്ള നഷ്ടം വരുന്നപ്പോൾ KSIDCക്കുള്ള നഷ്ടം വന്നപ്പോൾ അത് ആദ്യത്തെ കാര്യമല്ല. ഞാൻ പറഞ്ഞു പല കാര്യങ്ങളായി ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണമിടപാടുകളിൽ ധാരാളം KSIDC നഷ്ടം വരുത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ജിയോജിത്തിനെ പോലുള്ള 1-2 നല്ല സ്ഥാപനങ്ങളുണ്ടാകാം, പക്ഷെ പല സ്ഥാപനങ്ങളും നഷ്ടം വരുത്തുന്നു, ലോൺ കൊടുക്കുന്നതിൽ നഷ്ടം വരുന്നു. ഇതെല്ലാം CAG റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ KSIDCയിൽ തന്നെയാണ് അന്വേഷണം ആവശ്യമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് KSIDCയുടെ ഡയറക്ടർമാരടക്കം ഈ CMRL നിരന്തരം ഇരിക്കുകയും അവർ ഇതിൻ്റെ ബോർഡിൽ ഇരിക്കുന്നതിൻ്റെ ഫണ്ടാണോ വാങ്ങിയത് അതല്ല അവർക്കും മറ്റുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണം. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് KSIDCയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജനറൽ മാനേജർമാർ അവിടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന രീതിയിൽ ചേരുകയും വലിയ രീതിയിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് KSIDC നേരത്തെ ചെയ്ത ഉപകാരത്തിൻ്റെ പണം പറ്റുന്നതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരെയും അന്വേഷണത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇതൊരു ചെറിയ കളിയല്ല. വർഷങ്ങളായി KSIDCയെ മറയാക്കിക്കൊണ്ട് ഈ CMRL നടത്തുന്ന വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ മറയിലാണ് CMRLനെ കുറിച്ചുള്ള അന്വേഷണമെങ്കിൽ KSIDCയും ഇതേപോലത്തെ ഒരുപാട് CMRLനെ വെച്ചു പുലർത്തുന്നുണ്ട്. KSIDC ആണ് ഇതിൽ പ്രധാന ഉത്തരവാദി. KSIDCയിലാണ് പുതിയ കറപ്ഷൻ നടക്കുന്നത്, അവിടെയാണ് ലോണിൻ്റെ കാര്യത്തിൽ തട്ടിപ്പ് നടക്കുന്നത്, അവിടുത്തെ ഷെയറുള്ള കമ്പനികളിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നു. 400 കോടി രൂപയുടെ മിസ്ഇൻഫർമേഷൻ, ഫേക്ക് ഇൻവോയ്സ്
നടത്തിയതിന് GST റെയ്ഡ്, അത് സെൻട്രൽ GST റെയ്ഡ് ചെയ്തിട്ടാണ് പിടിക്കണമെന്ന് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടക്കുമ്പോൾ സ്വന്തം ഇൻവെസ്റ്റ്മെന്റിനെ സംരക്ഷിക്കേണ്ട KSIDC ഇന്ന് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാർക്ക് ഫേക്ക് ഇൻവോയ്സ് നടപ്പാക്കുവാനും അവരുടെ ലാഭവിഹിതം കുറച്ച് കാണിച്ചുകൊണ്ട് അവർക്ക് മറ്റു രീതിയിൽ കള്ളപ്പണങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് ഈ SFIOന്റെ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി, ഇത് കമ്പനി പ്രകാരമുള്ള ഫ്രോഡിന്റെ കാര്യം മാത്രമാണ്. ഇത് CBI അന്വേഷിക്കേണ്ടത് KSIDCയിലെ IAS ഉദ്യോഗസ്ഥരടക്കം നടത്തിയ അഴിമതി, അതിലേക്ക് അന്വേഷണം പോകണം. തീർച്ചയായിട്ടും അന്വേഷണം വരും. കാരണം ഇത് തെളിവ് വന്നാൽ 3 or 4 IAS ഓഫീസറുള്ള ഈ KSIDCയിലേക്കുള്ള അന്വേഷണം പോകണം, അവർക്കെതിരെയുള്ള അന്വേഷണം വരണം. മാത്രമല്ല ഇതെല്ലാം മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ED കുറിച്ചുള്ള അന്വേഷണം അപ്പോൾ വരേണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു ചെറിയ അന്വേഷണമല്ല, കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും, ഒരു സംശയവുമില്ല. അത് PVയിലേക്കും ഇതിലും മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു ചില ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ കോൺഗ്രസ് ഇത്രയേറെ പറയാനും കാര്യമില്ല. കാരണം ഈ പിണറായി വിജയനെയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 മാസം മുമ്പ് ഇവര് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയത്. അതിന് AICC ആണ് പണം കൊടുത്തത്. ഈ പിണറായി വിജയനെതിരെ ഇവിടെ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ഇവിടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പ്രസംഗിച്ചിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ അഴിമതിയെക്കുറിച്ച്. ഇപ്പൊ മല്ലിക ഖാർഗെ വന്നില്ലേ, ഒരക്ഷരം മിണ്ടിയോ? അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അഴിമതി നടക്കുമ്പോൾ കേന്ദ്ര നേതാക്കൾക്ക് ചില താല്പര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കർണാടകയിലേക്ക് ഈ കേസ് കൊണ്ടുപോയത് എന്നുകൂടെ സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.